ഈ ഗവായിയുടെ ആ പോസ്റ്റിൽ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് ഒരു അപ്പർ കാസ്റ്റ് ഒരുത്തിന് ഇരിക്കുവാണെങ്കിൽ ഒരാൾ ആ പോസ്റ്റിലാണെങ്കിൽ ഈ സനാദിന് ഷൂ കൊണ്ട് എറിയത്തില്ല. അതിൻ്റെ കാര്യം. ഇനി എന്താ കേസ് എന്നുള്ള കാര്യം അത് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ തമാശ മനസ്സിലാവുന്നത്. മധ്യപ്രദേശിലെ ഖജറാവ് അത് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അത് കംപ്ലീറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറല്ല. കാരണം അത് ഹെറിറ്റേജ് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്കറിയാം കാമസൂത്ര അങ്ങനെ അതിൻ്റെ ആ കോമ്പൗണ്ടിൽ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. അവിടെ ഏതൊരു 7ഓളം മീറ്റർ ഉയരമുള്ള ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രതിമയുണ്ട്. മുഗൾ രാജഭരണ കാലത്ത് അതിനെ ഡാമേജ് ചെയ്തു. അതായത് ഈ പ്രതിമയെ ഡാമേജ് ചെയ്തു. കാരണം ക്ഷേത്രമുണ്ട്, അത് കാരണം ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണിത്. സുപ്രീം കോർട്ടിൽ അത് പല കോടതികളിൽ ഇതൊക്കെ കയറി ഇറങ്ങിയ കേസ്. അത് അവസാനം ഇത് കാരണം പല കോടതിയിലും പോയി കഴിയും. കാരണം അത് പുനർനിർമ്മിക്കണം. ഇതാണ് അവിടുത്തെ ഒരു ഗ്രൂപ്പ്, ഒരു ലോയർ ആവശ്യപ്പെടുന്നത്. ലോയറിന് നേതൃത്വത്തിലുള്ളൊരു സംഘടനയാണ്. അതായത് ലോവർ കോർട്ടിൽ പോയി, ഹൈക്കോർട്ടിൽ പോയി, മധ്യപ്രദേശ് ഹൈക്കോർട്ടിൽ പോയി, അവസാനം സുപ്രീം കോർട്ടിൽ വന്നു. അപ്പോൾ സുപ്രീം കോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ജസ്റ്റിസ് ഗവായിയുടെ ബെഞ്ചിലാണ് ഇത് വന്നത്. അപ്പോൾ ഇതിനെ ഹാജരായത് ഒരു മിഡ് ലെവലിലുള്ള ദലാൽ എന്ന് പറഞ്ഞ ഒരു വക്കീലാണ്. അപ്പോൾ ഇത് ഹാജരായ സമയത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് മറ്റൊരു ജഡ്ജുണ്ട്. നോക്കിയിട്ട് പറഞ്ഞു, ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് സുപ്രീം കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ ഇടാൻ പറ്റില്ല. കാരണം ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്തു. ഇയാൾ പറഞ്ഞു ഒരു ഡയറക്ഷൻ കൊടുക്കണം, ഈ പ്രതിമ, അതായത് ഈ സംഭവം പുനർനിർമ്മിക്കാൻ വേണ്ടി, റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിനെപ്പറ്റി പിന്നീട് ഫർദർ അടുത്ത കേസ് വിളിച്ചു കഴിയുമ്പോൾ ഈ ലോയർ, ഇതിൻ്റെ കൂടെ മറ്റ് 2-3 ലോയർ ഉണ്ടായിരുന്നു, അവർ ഒരു ഡയറക്ഷൻ കൊടുക്കുക എന്ന് വീണ്ടും മുമ്പിലിരുന്ന് സുപ്രീം കോടതിയുടെ മുമ്പിലിരുന്ന് ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്നു. അടുത്ത കേസ് വിളിച്ചു. ആ സമയത്ത് ജസ്റ്റിസ് ഗവായി പറഞ്ഞു, ഇത് എൻ്റെ പരിമിതിയിലും കോർട്ടിൻ്റെ പരിമിതിയിലുള്ള സംഭവമല്ല. ഇതിന് വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് ദൈവത്തോട് പോയി ദൈവത്തോട് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇതാണ് ഉണ്ടായ സംഭവം. സുപ്രീം കോർട്ടിലുള്ള ആൾക്കാരൊക്കെ ചിരിച്ചു.